സഖാവ് ഇ പി ജയരാജൻ്റെ ഇതാണെൻ്റെ ജീവിതം എന്ന ആത്മകഥ പപ്പാട്ടിന് നൽകിക്കൊണ്ട് ഔപചാരികമായി പ്രകാശനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സമരോത്സുകമായ തൻ്റെ പൊതുജീവിതത്തെയാണ് ഈ ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ അവലോകനം ചെയ്യുന്നത്. ഏത് രംഗത്തുള്ളവരും അവരുടെ ജീവിതം ഒരു രേഖയായി ചരിത്രത്തിൽ സ്ഥാനപ്പെടുത്തുന്നത് ജീവിതാനുഭവങ്ങളെ സത്യസന്ധമായി ചിത്രീകരിച്ചുകൊണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും വസ്തുതാപരവുമായ ജീവിതാനുഭവങ്ങളുടെ ആവിഷ്കാരത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം ഓരോ ചരിത്ര സംഭവത്തെയും അയാൾ എങ്ങനെ നേരിട്ടു എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയായി മാറും ആത്മകഥാരചന. അത് കേവലം വ്യക്തിഗതമായ അനുഭവങ്ങളിലോ സന്ദർഭങ്ങളിലോ ഒതുങ്ങുന്ന ഒന്നാകില്ല. മറിച്ച് ഇടപഴകുന്ന മനുഷ്യരുടെയും മനുഷ്യബന്ധങ്ങളുടെയും കാര്യങ്ങളിലേക്ക് കൂടി അത് പടർന്നു നിൽക്കും. ഇ പി ജയരാജൻ്റെ ആത്മകഥ ഈ സത്യത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. സ്വന്തം കഥ എന്നതിനപ്പുറം സ്വന്തം നാടിൻ്റെ, പ്രസ്ഥാനത്തിൻ്റെ, കാലത്തിൻ്റെ കഥ കൂടിയാവുന്നു അത്. ചരിത്രത്തിലും സാമൂഹ്യാവസ്ഥയിലും ഇടപെട്ടുകൊണ്ട് മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും മുതലാളിത്ത സാമ്രാജ്യത്തെ അനുകൂലവുമായ പ്രവണതകൾ ശക്തമായി നിൽക്കുന്ന കാലത്ത് അവയോടൊക്കെ സന്ധിയില്ലാതെ പോരാടിക്കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരന് ജീവിക്കാനാവൂ. ആ പ്രക്രിയയിൽ വ്യക്തിപരമായ കഷ്ടനഷ്ടങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരും. എന്നാൽ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ, ജീവിതത്തെ, അവരുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അത് എന്ന ബോധ്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് ഈ ബോധ്യം കൊണ്ടാണ്. അങ്ങനെ മുന്നേറുന്ന അനുഭവസമ്പന്നമായ ജീവിതവും അത് മുൻനിർത്തിയുള്ള ആത്മകഥകളും വരും തലമുറക്കും കൂടി പ്രചോദനമാവും. AKGയുടെ എൻ്റെ ജീവിതകഥ എന്ന പേരിലുള്ള ആത്മകഥ ഇത്തരത്തിൽ തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ്. അതിനെ പിന്തുടരുന്ന തരത്തിലുള്ള ആത്മകഥകൾ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വഴിയിലൂടെ തന്നെയാണ് സഖാവ് ഇ പി ജയരാജൻ സഞ്ചരിക്കുന്നത് എന്ന് കാണുന്നത് സന്തോഷകരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബാല്യവും
കൗമാരവും യൗവനവുമൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞതും അതുകൊണ്ട് തന്നെ സംഘർഷഭരിതവുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായി CPIM രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ജയരാജൻ കൗമാരക്കാരനായിരുന്നു. അക്കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത്. നാടെങ്ങും ഭക്ഷ്യക്ഷാമത്തിൻ്റെയും അതിൻ്റെ ഫലമായുള്ള പട്ടിണിയുടെയും കാലമായിരുന്നു അത്. അന്നത്തെ KSFിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്ഷാമത്തിനെതിരായ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രക്ഷോഭകൻ എന്ന നിലയിൽ തുടക്കം കുറിക്കുന്നത്. അക്കാലത്ത് KSFന് പലയിടത്തും വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. ജയരാജൻ കണ്ണൂർ SN കോളേജിൽ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഘട്ടത്തിലും KSF വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്നില്ല.